Shalom. Our YouTube channel, AFOBIN, welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. കേശൽ ദിവ്രയുവ വഖോൽ മസ്സഉ ബേമുന. സങ്കീർത്തനങ്ങൾ 33 അധ്യായം 4 വാക്യം. യഹോവയുടെ വചനം നേരുള്ളത്. അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. Book of Psalms, chapter 33, verse 4. For the word of the Lord is right, and all his works are done in truth. ഈ ഫ്രേസ് യാശർ വിവർത്തനം ചെയ്യുന്നത് Because he is upright, അല്ലെങ്കിൽ for he is righteous, എന്നാണ്. ഇത് ഹ്രസ്വവും എന്നാൽ ശക്തവുമായ ഒരു പദപ്രയോഗമാണ്. ദൈവിക നീതിയുടെയും മനുഷ്യ പെരുമാറ്റത്തിന്റെയും അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്നു. ഈ വാചകം പര്യവേക്ഷണം ചെയ്യുന്നത് നീതിയും പ്രതിഫലവും ദൈവത്തിന്റെ സ്വഭാവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വെളിപ്പെടുത്തുന്നു. The phrase യാശർ translates to because he is upright or for he is righteous. It's a short but powerful expression, often found in biblical texts, encapsulating a fundamental principle of divine justice and human conduct. Exploring this phrase reveals insights into the relationship between righteousness, reward, and the very nature of God. ഡുവാർ അഡോണായി അഥവാ ഡുവാർ യാഹ്വേ എന്ന് പ്രയോഗം. Word of the Lord, അല്ലെങ്കിൽ വേഡ് ഓഫ് യാഹ്വേ എന്ന് വിവർത്തനം ചെയ്യുന്നു. ഹീബ്രു ബൈബിളിലെ അത്യധികം പ്രാധാന്യമുള്ള ഒരു വാക്യമാണിത്. ഇത് സംസാരിക്കുന്ന വാക്കുകൾ മാത്രമല്ല, ദൈവിക ആശയവിനിമയം, വെളിപ്പാട്, ദൈവത്തിന്റെ ശക്തിയും ഇച്ഛയും എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഈ വാക്യം പര്യവേക്ഷണം ചെയ്യുന്നത് ദൈവവും മനുഷ്യത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഗ്രാഹ്യം അൺലോക്ക് ചെയ്യുന്നു. The phrase ഡുവാർ അഡോണായി or ഡുവാർ യാഹ്വേ translates to the word of the Lord or the word of Yahweh. It's a phrase of immense significance in the Hebrew Bible, representing not just spoken words, but also divine communication, revelation, and the very power and will of God. Exploring this phrase unlocks a deeper understanding of the relationship between God and humanity as depicted in the scriptures. തുടക്കത്തിലെ വെയ് എന്നത് ആൻഡ് എന്നർത്ഥമുള്ള ഒരു സംയോജനമാണ് എന്നറിയാമല്ലോ. ഈ പദസമുച്ചയത്തെ അതിനു മുമ്പുള്ള ഒന്നുമായി ബന്ധിപ്പിക്കുന്നു. കോൽ എന്നാൽ എല്ലാം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഒരു സമ്പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു, ഒരു പ്രത്യേക വിഭാഗത്തിൽ എല്ലാറ്റിന്റെയും പൂർണ്ണമായ ഉൾപ്പെടുത്തൽ. മാ അഷേഹ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഹു എന്ന പ്രത്യയം തേർഡ് പേഴ്സൺ സിംഗുലർ അവന്റെ എന്ന പോസസീവ് പ്രോനൗൺ ചേർന്നു അവന്റെ പ്രവൃത്തി എന്നാകുന്നു. മാ അഷേഹു എന്ന വാക്കാണ് നാമിപ്പോൾ പറഞ്ഞത്. As you know, ve at the beginning is a conjunction. It means and. Connect this phrase to the one before it. Means all, and it implies a totality, the complete inclusion of everything in a particular category. Refers to action. The suffix, with a third-person singular possessive pronoun, who, means his action. We have just said the word. Ma ashehu. It means his works. ബെ എമുന എന്ന ഹീബ്രു പദത്തിന്റെ വിവർത്തനം വിശ്വാസം, വിശ്വസ്തത, സത്യത്തിൽ അല്ലെങ്കിൽ സമഗ്രതയോടെ എന്നാണ്. വിശ്വാസം, വിശ്വാസ്യത, ദൃഢത, കാണാത്ത ഒന്നിലുള്ള ആഴത്തിലുള്ള ബോധ്യം എന്നിവ ഉൾക്കൊള്ളുന്ന അർത്ഥസമ്പന്നമായ ഒരു പദമാണിത്. ബെ എമുന പര്യവേക്ഷണം ചെയ്യുന്നത് വിശ്വാസത്തിന്റെ സ്വഭാവം, പ്രതിബദ്ധതയുടെ പ്രാധാന്യം, മനുഷ്യത്വവും ദൈവികതയും തമ്മിലുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വെളിപ്പെടുത്തുന്നു. The Hebrew word ബെ എമുനു translates to in faith, with faithfulness, in truth, or with integrity. It's a word rich in meaning, encompassing trust, reliability, steadfastness, and a deep conviction in something unseen. Exploring ബെ എമുനു reveals insights into the nature of belief, the importance of commitment, and the relationship between humanity and the divine. Thank you for watching our video. Please like, share, and subscribe to our YouTube channel. Please don't forget to comment below. We are using simple techniques throughout our videos to learn languages effectively. So please watch our videos regularly to learn the language faster. Have a great time.